അങ്ങനെ ഇന്ന് ആവേശഭരിതമായ പോരാട്ടമാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായകമായൊരു പോരാട്ടമാണ് വരുന്നത്. ഒഡീഷയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. അപ്പോൾ നിലവിലെ ഫോം ഗൈഡ്, അതായത് അസിസ്റ്റൻസ് ഇൻ പോയിൻറ്റ്സ് ടേബിൾ നോക്കാൻ നേരത്ത് ബ്ലാസ്റ്റേഴ്സ് 15 കളിയിൽ നിന്ന് 9ാം സ്ഥാനമാണ് 17 പോയിൻറ്റുമായിട്ട്. ഒഡീഷ 7ാം സ്ഥാനമാണ് 21 പോയിൻറ്റുമായി. 15 കളിയിൽ നിന്ന് കളിച്ച് 21 പോയിൻ്റ് അവർക്കുമുണ്ട്. എന്ത് മത്സരം ജയിച്ചാൽ 20 പോയിൻറ്റുമായി ബ്ലാസ്റ്റേഴ്സിന് 8ാം സ്ഥാനം വരെ എത്താനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും മികച്ചൊരു വിജയം ബ്ലാസ്റ്റേഴ്സ് നേടിയേ പറ്റൂ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്താണ് കളി. ഇപ്പോൾ KL Now അവരുടെ ചില പ്രെഡിക്റ്റബിൾ 11 മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ അവർ ഹെഡ് ടു ഹെഡ് കണക്കുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 23 കളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി കളിച്ചപ്പോൾ 8 കളിയിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു, 8 കളിയിൽ ഒഡീഷ ജയിച്ചു, 8 സമനിലയായി. എന്തായാലും എല്ലാ കണക്കും 8-8 എന്നുള്ള രീതിയിൽ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് 8 ജയിച്ചപ്പോൾ ഒഡീഷ അതുപോലെ തന്നെ 8 ജയിച്ചു. പിന്നെ അതൊരു സമനിലയിലേക്ക് 8 മാറി, അത്രയും ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞൊരു 11 ഒരു പ്രഡിക്റ്റബിൾ ലൈനപ്പ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്ന് പറയുന്നത് സച്ചിൻ സുരേഷ് ആയിരിക്കും ഗോൾ പോസ്റ്റിൽ വരാൻ പോകുന്നത്. 4-2-3-1 ഫോർമേഷനിൽ സച്ചിൻ സുരേഷ് ഗോൾ പോസ്റ്റിൽ വരും. വർഷങ്ങളായി നവോച്ച സിംഗും ഐബൻ ഡോംഗ്ലിങ് റെഡ് കാർഡ് മാറ്റി ഇപ്പോൾ അവിടെ ഒരു യെല്ലോ കാർഡായിട്ട് FF ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഡിഫൻസിൽ മിലോസിന് റെഡ് കാർഡിൻ്റെ സസ്പെൻഷൻ ആയതുകൊണ്ട് കോയിഫ് തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കൂടെ പ്രീതം കോട്ടാലായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് അവിടുത്തെ ഒരു 11 ഒരു ചെറിയ മാറ്റമുണ്ട്. കാരണം പ്രീതം കോട്ടാലിന് വരെ വീണ്ടും ഓർമ്മിപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. ഇനി മികച്ചൊരു ഡിഫൻസ് മുന്നോട്ട് പോകാൻ വീണ്ടും പ്രീതം കോട്ടാലിനെ ഇറക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും KL Now പറയുന്നത് പ്രീതം കോട്ടാലിനെ ഇറക്കും. അപ്പോൾ പ്രീതം കോട്ടാൽ, പിന്നെ ഐബൻ ഡോംഗ്ലിങ് റൈറ്റ് ബാക്ക്. അപ്പോൾ മിഡ്ഫീൽഡ്സിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് വരാമെന്ന് ഫ്രെഡിയും വിപിൻ തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും വിപിനെ ആദ്യ മാച്ചിൽ തന്നെ ഇറക്കുമോ, ഇനി അസർ ആയിരിക്കുമോ എന്ന് അറിയാൻ പറ്റുന്നത് വിപിനാണ് അവർ പറയുന്നത്. പിന്നെ കോറോ സിംഗ് റൈറ്റിൽ വരും, ലെഫ്റ്റിൽ നോവ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ലൂണ വീണ്ടും മടങ്ങിയെത്തും, സ്ട്രൈക്കിങ്ങിൽ ജീസസ്. എന്തായാലും ജീസസ് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് എല്ലാ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് തന്നെ അത് അറിയിച്ചതാണ്, മടങ്ങിയെത്തുമെന്ന്. ഒരുപാട് താരങ്ങൾ മടങ്ങിയെത്തിയിട്ടുണ്ട്, വിപിനും ജീസസും ഇഷാൻ പണ്ഡിതയും. അപ്പോൾ ഇനി ഒഡീഷയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ അമരീന്ദർ സിംഗ് ആയിരിക്കും ഗോൾ പോസ്റ്റ് വരുന്നത്. 4-3-3 ഫോർമേഷനിൽ വരും. ജെറി ആയിരിക്കും ലെഫ്റ്റ് ബാക്കിൽ വരാൻ പോകുന്നത്. റൈറ്റ് ബാക്കിൽ അമീറാണ് അവിടെയും. അതുപോലെ തന്നെ മൊത്താത്ത ഫോൾ സെൻറ്റർ ബാക്കിൽ വരും. തോയ്ബ സിംഗ് ആയിരിക്കും കൂടെ മൊത്താത്ത ഫോളിൻ്റെ സെൻറ്റർ ബാക്കിൽ നിൽക്കാനായിട്ട് പോകുന്നത്. പിന്നെ ജെറി വരും റൈറ്റ് ബാക്കിൽ, റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് ജെറി വരും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ഹ്യൂഗോ ഗോമസും റൈറ്റ് രാഹുൽ KPയും അഹം ജാഹുവുമായിരിക്കും വരാനായിട്ട് പോകുന്നത്. സ്ട്രൈക്കിങ്ങിൽ റഹീം അലിയെ പ്രതീക്ഷിക്കാം എന്നാണ് അവർ പറയുന്നത്. അല്ല, സ്ട്രൈക്കിങ്ങിൽ റഹീം അലിയും അതുപോലെ തന്നെ ഡോർട്ടേനും കൂടെ സ്ട്രൈക്കിങ്ങിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. 4-2-3-1 ഫോർമേഷനിൽ 4-3-3 ഫോർമേഷനിൽ ഒഡീഷയും ഇറങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഇവിടെ നിന്നൊരു തിരിച്ചുവരവ് പറ്റിയേ പറ്റൂ. മറ്റൊരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാൻ നമുക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒരു തോൽവി ബ്ലാസ്റ്റേഴ്സിനേറ്റ ഭയങ്കര വലിയ മോശമായിട്ടുള്ള കാര്യമായിരിക്കും. ഒരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.